നമസ്കാരമുണ്ട്. ഒരു കർണാടക യാത്രയുടെ ഭാഗമായി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. കർണാടകയിൽ ഹിഡൻ ജമ്മായിട്ടുള്ള ഹോനാവറിലേക്കാണ്, ഹോനാവറും ജോഗ് ഫാൾസും. അപ്പം ബാപ്പാം കർണാടകയിലെ ഹോനാവറിലേക്ക്. ഓക്കെ, സുഹൃത്തുക്കൾക്കൊപ്പമുള്ള യാത്രയാണ്. വളരെ മനോഹരമായ കോമഡികളൊക്കെ നിറഞ്ഞ യാത്രകളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പ്രിയപ്പെട്ട ശിവദാസനും ഒത്തിട്ടുള്ള ഒരു സെൽഫി ടൈമാണ് കേട്ടോ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാ തിങ്കളാഴ്ചയും എറണാകുളത്തു നിന്നും പൂനെ വരെ പോകുന്ന പൂർണ്ണ എക്സ്പ്രസ് എത്തി കേട്ടോ. വൈകുന്നേരം 6:50 അങ്ങനെ ഞങ്ങൾ കയറി സീറ്റിലൊക്കെ ഇരുന്നു. അവിടെ ഇരുന്ന് ഒരു സെൽഫി. വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. പതിയെ എറണാകുളത്തിനോട് യാത്ര പറയുകയാണ്. പോകുന്ന വഴിക്കതാ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടുത്തെ സോളാർ പാനലും ആ കാഴ്ചകൾ കണ്ടുവരുമ്പോഴാണ് ഒരു ട്രെയിൻ പാസ് ചെയ്തു. അതുകൊണ്ട് കാഴ്ചകൾ മുഴുവൻ ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചില്ല. പോകുന്ന വഴി ഇതാ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ഹോളിവുഡ് ലുക്ക് ഉണ്ട് കേട്ടോ. ചിലരൊക്കെ നമ്മുടെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാ എല്ലാവരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് ഹോനാവർന്ന് കരുതി ഇറങ്ങിയ സ്ഥലത്തിൻ്റെ ഒരു മങ്കി എന്നാണ് കേട്ടോ. മങ്കി റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇതാ ഇതുപോലെ ഒരു തിരക്കുമില്ലാതെ കിടക്കുന്ന ഒരു മങ്കി റെയിൽവേ സ്റ്റേഷൻ. ഇത് ആണ് കർണാടകത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ലുക്ക്. പക്ഷേ ഞങ്ങൾ വീണ്ടും കയറിയിരുന്നു. അവിടുന്ന് ഏതാണ്ട് 3/4 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ എല്ലാവരും ഓണായി പുറത്തിറങ്ങിയതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഹോനാവാറിലേക്ക് നമ്മളെത്തി. ഹോനാവാർ എന്ന് പറയുന്നത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലുള്ള ഒരു ഹിഡൻ ജം എന്ന് പറയാം. വളരെ കടൽ തീരവും ശരാവതി നദിയും ഒക്കെയുള്ള വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഹോനാവാർ. അപ്പോൾ ജയഞ്ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ജയഞ്ചേട്ടൻ പറഞ്ഞത് പുള്ളി അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല റെയിൽവേ സ്റ്റേഷനിലാണ്, നല്ല ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി റൂമൊന്നും എടുക്കാതെ അതിനുശേഷം ടാക്സി വിളിക്കാമെന്ന് വിചാരിച്ചു. ടാക്സി വിളിച്ച് നേരെ ജോഗ് ഫാൾസിൽ പോവുക. ജോഗ് ഫാൾസ് എന്ന് പറയുന്നത് ഷിമോഗ ജില്ലയിലാണ്. അപ്പോൾ അവിടെ പോവുക. അവിടെ പോയിട്ട് നാളെ ഇവിടെ ഹോനാവാർ കാണുക, ഉടുപ്പിയിൽ പോവുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ ഇട്ടിരുന്നത്. പക്ഷേ ഈ പരിപാടികളൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രഷ് ആകാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടായില്ല. കാരണം ഇവിടെ ഈ ഹോനാവാർ റെയിൽവേ സ്റ്റേഷനിലെ വിസിറ്റിംഗ് റൂമിൽ വെള്ളമില്ലായിരുന്നു. ഈ ഒരു വാഷ് ബേസിൽ മാത്രമാണ് വെള്ളം ഉണ്ടായിരുന്നത്. മറ്റ് ടോയ്ലറ്റിലൊന്നും വെള്ളമില്ലാതെ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടായി. അന്വേഷിച്ചപ്പോൾ അവിടെ കറണ്ട് പമ്പ് ഹൗസിൽ ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളമില്ലാത്തതെന്നാണ് അവർ പറഞ്ഞത്. എന്താണെങ്കിലും അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഹോനാവാർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തു നിന്നുള്ള വെളിയിൽ നിന്നുള്ള ലുക്ക്. വളരെ മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്, മഴയൊക്കെ പെയ്തിട്ട്. പഴയ വളരെ ഗ്രാമീണമായിട്ടുള്ള ലുക്കിലുള്ള ഒരു സ്ഥലം. അവിടെ ധാരാളം ഓട്ടോറിക്ഷകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഓട്ടോറിക്ഷയിൽ നമുക്കറിയാവുന്ന ഭാഷകളിലൊക്കെ സംസാരിച്ച്, അവിടെ ഇംഗ്ലീഷ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, മലയാളം തീരെ പ്രയോജനമില്ല, കന്നഡയോ ഹിന്ദി അത്യാവശ്യം എല്ലാവരുമൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു 7 പേരുണ്ടായിരുന്നുകൊണ്ട് 2 ഓട്ടോറിക്ഷ വിളിച്ചു. നേരെ നമ്മൾ വന്ന് കയറുന്നത് NH 66 നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന പൂനെയിലേക്ക് പോകുന്ന ആ ഹൈവേ NH-ലൂടെ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹോനാവാർ ടൗണിലെത്തും. അവിടെ ഒരു രത്ന എന്ന് പറയുന്നൊരു ലോഡ്ജിൽ ഒരു ടൂറിസ്റ്റ് ഹോമിൽ നമ്മൾ മുറിയെടുത്തു. 4500 രൂപയ്ക്ക് വളരെ വിശാലമായിട്ടുള്ള മുറിയാണ് കേട്ടോ കിട്ടിയത്. മറ്റു സ്ഥലങ്ങളിലേക്ക് അപേക്ഷിച്ച് എനിക്ക് തോന്നുന്ന കർണാടകത്തിലൊക്കെ ഈ വാടക കുറവാണെന്ന് തോന്നുന്നു. തൊട്ടടുത്തുള്ള പുറത്തിറങ്ങി ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം പരിപാടിയല്ല, ഇനി റീഷെഡ്യൂൾ ചെയ്യണം. ഏതൊക്കെയാണ് റൂം എടുത്താൽ അവിടെ നമുക്ക് താമസിക്കുകയും വേണം. അപ്പോൾ ജോഗ് ഫാൾസിൽ പോവുക എന്നുള്ള തൽക്കാലം പരിപാടി ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് ആദ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഷെഡ്യൂളുകൾ ഒന്ന് റീവർക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കർണാടകത്തിലെ നല്ല ഇഡ്ഡലിയും വടയും അതുപോലെ ദോശയും ഒക്കെ കഴിച്ച് രാമേശ്വരം നല്ല കഫേയാണ് കേട്ടോ, കൊള്ളാം, നല്ല നീറ്റായിട്ടുള്ള കഫേയാണ്. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും റൂമിലൊക്കെ പോയി വർക്ക് ചെയ്തപ്പോൾ വിചാരിച്ചു ഹോനാവാറിലെ സ്ഥലങ്ങൾ നമുക്ക് ഇന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഓട്ടോ എടുത്തു. 1 അല്ല 2 ഓട്ടോ, 7 പേരുണ്ടല്ലോ. അങ്ങനെ ആദ്യം നമ്മൾ പോകുന്നത് ഇവിടെ ഒരു കാസർഗോഡ് ബീച്ചുണ്ട്. കാസർഗോഡ് ബീച്ച്, നമ്മുടെ കാസർഗോഡല്ല കാസർഗോഡ് ആ ബീച്ചുണ്ട്. ആ ബീച്ചിലേക്ക് പോയാൽ വിചാരിച്ച്
ഇത് നമ്മളിപ്പോൾ ശരാവതി നദിക്ക് കുറുകെയുള്ള പാലമാണ് ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് അഴിമുഖം. ഇതാ ബോട്ടുകളൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം. അറബിക്കടലിലേക്ക് ചെന്ന് ചേരുന്ന സ്ഥലമാണ്. കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് ബോട്ടുകളൊന്നും ഇപ്പം ഇറങ്ങുന്നില്ലെന്നാണ് നമ്മുടെ ഓട്ടോയുടെ ഡ്രൈവർ പറഞ്ഞത്. അപ്പം നമുക്ക് ആ സ്ഥലത്തേക്കൊക്കെ ഇപ്പം പോകാനും പറ്റില്ലത്രേ. എന്നാണെങ്കിലും NH-ലൂടെ വണ്ടി ഇങ്ങനെ പോയി ഇവിടുന്ന് അതായത് ഞങ്ങൾ താമസിക്കുന്ന 6 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന കാസർഗോഡ് ബീച്ചിലേക്ക്. അപ്പോൾ പുള്ളി നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലം കാണിച്ചു തന്നു. ഇവിടെ ഒരു കണ്ടൽ കാടുകളുണ്ട്, നല്ല രസമുള്ള കാടുകളാണ്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ നേരെ കാസർഗോഡ് ഇക്കോ ബീച്ചിലേക്ക്. നനഞ്ഞു കിടക്കുകയാണ് കേട്ടോ, ചുറ്റും നല്ല പച്ചപ്പാണ്. കൂടുതലും ഉള്ളത് എനിക്ക് തോന്നുന്നു അക്കേഷ്യ മരങ്ങളും കാറ്റാടി മരങ്ങളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടെ കാസർഗോഡ് ബീച്ചിലിറങ്ങി. ഹോനോവറിലെ കാസർഗോഡ് ബീച്ച് കേട്ടോ, കാസർഗോഡ് ബീച്ച് എന്നാണ് ഇതിൽ പറയുന്നത്. ബീച്ചിന് ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ബീച്ചല്ല കേട്ടോ, പക്ഷേ കടൽ ഒരുപാട് കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. അവിടെ ലൈഫ് ഗാർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്, പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു നടപ്പാത, ഇനി നടപ്പാതയ്ക്ക് ഏതാണ്ട് 1/2 കിലോമീറ്റർ കൂടുതൽ ദൂരമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ പിടിച്ചു. നല്ല കാഴ്ചകളാണ് കണ്ടിരിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസകരമായിട്ട് തോന്നുമല്ലോ. കടലിൻ്റെ എരമ്പിലൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം കുറച്ച് ഫോട്ടോകളൊക്കെ പിടിച്ച്. വലിയ തിരക്കില്ലാത്ത സ്ഥലമാണ്. വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഈ സമയത്തൊക്കെ വരുന്നുള്ളൂ. ഒന്ന് പകലാണല്ലോ. ഒരുപാട് കാറ്റടിച്ച് ഡാമേജ് പറ്റിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ മേൽക്കൂരയൊക്കെ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലൊക്കെ പറന്നു പോയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്താണേലും നമുക്കിതൊരു പുതിയ സ്ഥലമായതുകൊണ്ട് വളരെ സുന്ദരമായിട്ട് ആസ്വദിച്ച് വളരെ പതിയെ, കാരണം ഇഷ്ടംപോലെ സമയമുള്ളതുപോലെയാണ് നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയമൊക്കെ എടുത്ത് വളരെ ആസ്വദിച്ച്, ഇതുകൊണ്ട് ഇതിൻ്റെ മുകൾവശം കാറ്റ് അടിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കടലിലേക്ക് ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ല. നമുക്ക് ഈ കരയിലൂടെ ഈ വക്കിലൂടെ നടന്ന് പോകാം. കടൽ ഒരുപാട് കയറിയാണ് കിടക്കുന്നത്. ബീച്ച് ഇല്ലയെന്ന് പറയാം. ബീച്ചെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുമല്ലോ. മണൽത്തിട്ടകളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കും. അങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ചു. ഇവിടെ ചില തണ്ണീർ പന്തലുകളൊക്കെ ഉണ്ട്. ചെടികളൊക്കെ ഇത്തിരി മോശമായിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷേ നല്ല വെയിലുള്ള സമയത്തൊക്കെ നല്ല രസകരമായിരിക്കും അല്ലേ, കയറി നിൽക്കാനായിട്ടൊക്കെ. അങ്ങനെ കടലിൻ്റെ എരമ്പലുമൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് വടി കുത്തി വരുന്നത് കരുണാകരനാണ്. അദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. ഇവിടെ ചുവന്ന കൊടിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പോലീസ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അടുത്ത സ്ഥലം ഹോനോവറിലെ കണ്ടൽക്കാടുകളാണ് കേട്ടോ. അപ്പോൾ ബാപ്പാം സീരീസിൻ്റെ അടുത്ത വീഡിയോ ഹോനോവറിലെ കണ്ടൽക്കാടുകളാണ്. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.